യുദ്ധാന്തരീക്ഷത്തിലേക്ക് കടന്ന ഇറാനിൽ നിന്ന് മടങ്ങാൻ നേപ്പാൾ, ശ്രീലങ്ക സ്വദേശികൾക്കും സഹായം നൽകുമെന്ന് ഭാരതം. അയൽരാജ്യങ്ങൾക്ക് സഹായവുമായി ഓപ്പറേഷൻ സിന്ധു നടപ്പാക്കുമെന്നാണ് ഭാരതത്തിന്റെ പ്രഖ്യാപനം. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ഒപ്പം ചേരുന്നു. ശ്രീകാന്ത്, ഓപ്പറേഷൻ സിന്ധു എന്നത് ഇറാനിലുള്ള ഭാരതീയരെ തിരികെ നാട്ടിലെത്തിക്കാനുള്ള ഒരു ദൗത്യമാണ്. അതിപ്പോൾ അയൽ രാജ്യങ്ങൾക്ക് കൂടി ഉപകാരപ്പെടട്ടെ എന്ന് സർക്കാർ തീരുമാനമെടുക്കുന്നു. അത് അവർക്ക് വലിയ ആശ്വാസമാകുന്നു, അല്ലേ? ഇറാനിൽ നിന്നും നേരത്തെ ഇന്ത്യ പ്രത്യേക വിമാനങ്ങൾ അയച്ചാണ് ജമ്മു കശ്മീർ സ്വദേശികളായിട്ടുള്ള കൂടുതൽ ജമ്മു കശ്മീർ സ്വദേശികളാണ് വന്നത്. അവരെ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നത്. ഇതിനിടയിലാണ് നേപ്പാളിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നുമുള്ള പൗരന്മാർ ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ചത്. കാരണം ഇന്ത്യക്ക് മാത്രമാണ് നിലവിൽ ഇപ്പോൾ ഇറാൻ വ്യോമപാത, ഈ സംഘർഷ സമയത്തും വ്യോമപാത തുറന്നു നൽകിയിട്ടുള്ളത്. ഈ പശ്ചാത്തലത്തിലാണ് നേപ്പാളും ശ്രീലങ്കയും ഇന്ത്യയോട് സഹായം ആവശ്യപ്പെട്ടതും ഇന്ത്യ സഹായിക്കാം എന്ന് ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നതും. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി നേപ്പാൾ, ശ്രീലങ്ക സ്വദേശികളെ കൂടി നാട്ടിലേക്ക് കൊണ്ടുവരാൻ, അത് ഒരുപക്ഷെ ഡൽഹിയിലേക്കായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്, ആ രീതിയിൽ കൊണ്ടുവരാൻ തയ്യാറാണെന്ന് ഇപ്പോൾ ഇന്ത്യ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. 290 യാത്രക്കാരുമായി ഇന്നലെ ഒരു വിമാനം ഇന്നലെ രാത്രി ഡൽഹിയിലെത്തിയിരുന്നു. അതിലും ജമ്മു കശ്മീർ സ്വദേശികളാണ് കൂടുതലും. ഇനി 2 വിമാനങ്ങൾ, പ്രത്യേക വിമാനങ്ങൾ കൂടി വരാനുണ്ട്. അതോടൊപ്പം തന്നെ ടെഹ്റാനിൽ നിന്നും ഒഴിപ്പിച്ച 1000-ലധികം ഇന്ത്യക്കാർ ഇനിയും മടങ്ങി വരാൻ കാത്തുനിൽപ്പുണ്ട്. ദൗത്യം പൂർണ്ണമായും തുടരും എന്ന് വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. ഇസ്രയേലിലേക്ക് ഓപ്പറേഷൻ സിന്ധു നീട്ടാൻ കഴിഞ്ഞ തീരുമാനിച്ചിട്ടുണ്ട്.